ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3 വറ്റൽ മുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 6 ചെറിയുള്ളി അരിഞ്ഞതും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈരിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങും. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു പരിവാവണം കേട്ടോ. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരില്ലേ, അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. സെർവ് ചെയ്യുന്ന ടൈമിൽ മുകളിലിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസമാണിത്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഞ്ചി തൈരിൻ്റെ കൺസിസ്റ്റൻസി ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ കട്ട തൈര് തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.